നമസ്കാരം. ഓർമ്മച്ചെപ്പ് കുടുംബസംഗമവും പ്രതിഭാസംഗമവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും 29/12/2023 കൊല്ലം സരസ്വതി ഹാളിൽ വെച്ച് പ്രമുഖ എഴുത്തുകാരൻ ഡോക്ടർ MS നൗഫൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉദ്ഘാടക വേഷം അണിയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ പോലെ എന്നെക്കാളേറെ ഔദ്യോഗികമായും ജീവിതത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിലും വളരെയേറെ പക്വതയുള്ള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരെ പോലെ മനുഷ്യരുടെ സങ്കീർണമായ വശങ്ങളിലേക്ക് കടന്നു ചെന്ന് ജീവിതത്തെ പഠിക്കുന്നവരാണ്. 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. എനിക്കത് അനുഭവമുണ്ട്. ഒരു ശരിയായ പോലീസ് കുടുംബത്തിൽ പെട്ടവനാണ് ഞാൻ. എൻ്റെ അച്ഛൻ DSP ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. SP ഓഫീസിലെ ഒരു ക്ലർക്കായി കയറി ഞങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടി ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് AO ആയി റിട്ടയർ ചെയ്ത ആളാണ് എൻ്റെ അച്ഛൻ. എന്നെ ജീവിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ അനുജൻ കൊല്ലത്ത് SP ആയി റിട്ടയർ ചെയ്ത. റിട്ടയർഡ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ ശ്രീ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഓർമ്മച്ചെപ്പ് പ്രസിഡന്റ് ശ്രീ ഷിബു J. പീറ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ശ്രീ സലീം സ്വാഗതവും ട്രഷറർ ശ്രീ സരസൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ജനറൽ കൺവീനർ ശ്രീ വിശ്വേശ്വരൻ പിള്ള പ്രതിഭകളെ പരിചയപ്പെടുത്തുകയും ആമുഖ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഓർമ്മച്ചെപ്പ് വൈസ് പ്രസിഡന്റുമാരായ ശശാങ്കൻ, മധുരാജ്, സലീം കുഞ്ഞ്, ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ ഷാജഹാൻ, ശ്രീ സുനിൽ, ശ്രീ മാത്യു യോഹന്നാൻ എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി. ചടങ്ങിൽ പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ, DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചവരെയും SSLC, +2, ഡിഗ്രി, BTech, PG, MBBS, BAMS, BVHC, FARM-D, MD എന്നിവയ്ക്ക് ഉന്നത വിജയം ലഭിച്ചവരെയും റാങ്ക് ജേതാക്കളെയും സർക്കാർ ജോലി ലഭിച്ചവരെയും ഉൾപ്പെടെ 69 പ്രതിഭകളെ മൊമെന്റോ നൽകി ആദരിച്ചു. ഓർമ്മച്ചെപ്പ് കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സിമിയ, ന്യൂസ് ബ്യൂറോ, ന്യൂസ് കേരളം 24.